ഹായ് കൂട്ടുകാരെ, വിഷു കഴിഞ്ഞിട്ട് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്തായാലും വിഷുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചെന്ന് എനിക്കറിയാം. എന്തായാലും വിഷു കൈനീട്ടം കൊടുക്കാനും വിഷു കണി ഒരുക്കാനും വിഷു സദ്യ കഴിക്കാനും ഒക്കെ പഠിച്ചെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും വിഷു അറിയാം, കാർഷികോത്സവമാണ്. പിന്നെ ഇതിന് പുറകിൽ മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രാവണനെ അറിയില്ല, 10 തലയൊക്കെ ആയിട്ട് നമ്മുടെ രാമായണത്തിൽ പറയുന്ന രാവണൻ്റെ കൊട്ടാരത്തിൽ സൂര്യൻ നേരെ ഉദിച്ചിട്ട് രാവണൻ കണ്ണ് തുറന്നപ്പോൾ നേരെ സൂര്യനെ കണ്ടിട്ട് എന്തോ കണ്ണ് തുറക്കാൻ പറ്റാതെ ഭയങ്കര അസ്വസ്ഥനായെന്നാണ് പറയുന്നത്. അപ്പോൾ രാവണൻ അങ്ങനെ അസ്വസ്ഥനായിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് സൂര്യൻ എന്തൊക്കെയോ കുറേ ചീത്തയൊക്കെ പറഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ അതേ പിന്നെ സൂര്യൻ രാവണൻ്റെ കൊട്ടാരത്തിൽ നേരെ ഉദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ സീതേനെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോയിട്ട് അതിനുശേഷം രാമൻ വന്ന് സീതനൊക്കെ കൊണ്ടുപോയി രാവണനൊക്കെ കൊന്നതിന് ശേഷം മാത്രമാണ് ഇത്രേ സൂര്യൻ നേരെ ഉദിച്ചത് എന്നാണ് പണ്ടത്തെ പഴമക്കാർ ഐതിഹ്യങ്ങൾ വഴി പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കഥയുണ്ട്. വിഷു എങ്ങനെ ഇതുകൊണ്ടാണ് വിഷു ആയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, അടുത്ത ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി, അതായത് വിഷു കഴിഞ്ഞിട്ടും വിഷു സമ്മാനമൊക്കെ കിട്ടാൻ വരുന്ന അടുത്ത ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാ നമുക്ക് നോക്കാം. പുതിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഹലോ അമ്മേ, നമുക്ക് 2 മിഠായിയും ഒരു ബിസ്ക്കറ്റും വേണം. മിഠായി വാങ്ങാം. നമ്മളിങ്ങനെ ഇറങ്ങിയതാ. നമ്മളിങ്ങനെ എന്നാ അത് കൊടുത്തു. നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ വിഷുക്കാലം വെക്കേഷനൊക്കെ അല്ല, ഇങ്ങനെ ചുമ്മാ ഇറങ്ങിയതാ. എന്തൊക്കെയുണ്ട് വിശേഷം? നോക്കത് മതിയോ? അത് കൊടുത്തു. എനിക്ക് വേണം ഒരു ബിസ്ക്കറ്റ്. വിഷു അല്ലേ, വിഷുക്കെ ആഘോഷിക്കുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരാം കേട്ടോ. ബിസ്ക്കറ്റ് വാങ്ങിച്ചു. അപ്പൊ എങ്ങനെ വിഷുക്കാലല്ലേ, വിഷുക്കണിയൊക്കെ വെക്കാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങിയോ? വീട് എവിടെയാ? അമ്മേന്റെ പേരെന്താ? കുഞ്ഞുമോള്. അപ്പൊ എത്ര നാളായി ഇവിടെ കട തുടങ്ങിയിട്ട്? 1 വർഷത്തോളം. എങ്ങനെയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് കട തുടങ്ങാനുള്ള ഒരു എങ്ങനെയാ അസുഖമൊക്കെ ഭേദായോ? വണ്ടിയിൽ പോയി മറ്റേ 3 വീലിന്റെ അതിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കും. പുള്ളി കുറച്ചാൾ നിൽക്കും, ബാക്കി കടയിൽ. വിഷു കൈനീട്ടൊക്കെ കിട്ടാറുണ്ടോ? കിട്ടാറ്. എന്നാ ഇപ്പൊ നമ്മളൊരു വിഷു കൈനീട്ടം തന്നാലും സ്വീകരിക്കില്ലേ? അപ്പൊ നമുക്ക് അമ്മയ്ക്ക് വിഷു കൈനീട്ടം കൊടുത്താലോ? റെഡി അല്ലേ രണ്ടുപേരും? ഇതാ എത്തിപ്പോയി. കൊടുത്ത രണ്ടുപേരും കൂടിയിട്ട് ഹാപ്പി വിഷു പറയൂ. ഹാപ്പി വിഷു. മാത്രമല്ല നമ്മുടെ ചെറിയൊരു എമൗണ്ടും കൂടി ഉണ്ട്. ഇതാ അമ്മയ്ക്ക് കൊടുക്ക്. ഹാപ്പി വിഷു. ചെറിയ എമൗണ്ടാണ്, വിഷു കൈനീട്ടായിട്ടാണ് സ്വീകരിക്കണം. അപ്പോൾ അമ്മ നമ്മൾ കേരളത്തിലെ മലയാളം കുട്ടികളുടെ ചാനലായ കൊച്ചു ടി വിന്നാണ് വരുന്നത്. നമ്മൾ വിഷു കൈനീട്ടം എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യുന്നുണ്ട് പുതിയതായിട്ട്, വിഷുവിന് തന്നെയാണ്. അപ്പോൾ അമ്മേനെ പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സമ്മാനങ്ങളും വിഷു കൈനീട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത് തന്നെ. അപ്പോൾ അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത് ഇങ്ങനെ ഒരു വിഷു കൈനീട്ടം കിട്ടിയത്? ആദ്യമായിട്ട് വിഷു കൈനീട്ടം കൊച്ചുമക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് വളരെ സന്തോഷമുണ്ട് എനിക്ക്. കുഞ്ഞുമക്കളുടെ ആശംസകൾ. അപ്പോൾ നമ്മൾ ഒത്തിരി കൊച്ചു കൂട്ടുകാർ ഇത് കാണുന്നുണ്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് കാണാം അമ്മയ്ക്ക് ഇങ്ങനെ വിഷു കൈനീട്ടവും വിഷു സമ്മാനമൊക്കെ തന്നതിന്. അപ്പോൾ കുട്ടികളോട് ഒരു ചെറിയ ആശംസകൾ തന്നെ നന്നായി. ചെറിയ ആശംസകൾ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും. ഹാപ്പി വിഷു. വിഷു കൈനീട്ടം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ആർക്കാണ് വിഷു കൈനീട്ടം കൊടുക്കാൻ പോകുക എന്നറിയുന്നതിന് മുമ്പ് വിഷുവിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
എന്താണെന്ന് വെച്ചാൽ വിഷുക്കണി വെച്ചതിന് ശേഷം, അതായത് വിഷുവിൻ്റെ തലേ ദിവസം രാത്രി നമ്മുടെ വീട്ടിലെ മുതിർന്ന സ്ത്രീകളാണ് വിഷുക്കണി ഒരുക്കുക. അതിനുശേഷം ഒരുക്കിയതിന് ശേഷം രാവിലെ പുലർച്ചെ, അതിപുലർച്ചെ എന്ന് വെച്ചാൽ വേണമെങ്കിൽ പറയാം, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു 4-4:30 ടൈമിലായിരിക്കും മിക്ക വീട്ടുകളിലും കണി കാണുക. കാരണം അത്രയും രാവിലെ ആകുമ്പോൾ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെയാണ് പറയാം. അപ്പോൾ എന്തോ ആ ടൈമിൽ എണീറ്റാൽ ഭയങ്കര ഉണർവും ഫ്രഷ്നസ്സും ഒക്കെ കിട്ടുന്നതാണ് നമ്മുടെ പഴമക്കാർ പറയുക. മാത്രമല്ല ആ ടൈമിൽ എണീറ്റിരുന്ന് പഠിച്ചാലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ആ ടൈമിലാണ് നമ്മൾ വിഷുക്കണി കാണുന്നത്. വീട്ടിലെ വിളക്കൊക്കെ കൊളുത്തി നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും കണ്ണൊക്കെ പൊത്തി വിളിച്ച് വിഷുക്കണിയൊക്കെ കണ്ടിട്ട് പിന്നെ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗൃഹനാഥൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ വിഷു കൈനീട്ടം വാങ്ങുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വിഷു കൈനീട്ടം ആർക്കാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ എന്തായാലും ഇത് സർപ്രൈസ് ആണ്, സോ ലെറ്റ്സ് സീ. കച്ചവടം എങ്ങനെ പോന്നു? രാവിലെ ആയിട്ട് ആരെങ്കിലും ഒക്കെ വന്നോ? പിന്നെ പേരെന്താ ചേച്ചിന്റെ? ചന്ദ്രവതി. എത്ര നാളെ ഇവിടെ ഇങ്ങനെ? 40 വർഷമായി. പിന്നെ തലമുറകരായിട്ട് ഇങ്ങനെ കൈമാറി ജനറേഷൻ വഴി ഇങ്ങനെ വന്നാണ്. ഓക്കെ. ഇങ്ങനെ പല ടൈപ്പ് ചട്ടികളുണ്ടോ ഇവിടെ? ഓക്കെ. അപ്പൊ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്? വിഷു ടൈമാണ്, വെക്കേഷൻ ആണ്. കുട്ടികളൊക്കെ 3 പേരുണ്ട്. അപ്പൊ നമ്മൾ ചെറിയൊരു വിഷു കൈനീട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന കുട്ടികളെല്ലാരും ഇങ്ങനെ കുറെ ആൾക്കാരുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി. അപ്പൊ നമ്മൾ ചെറിയ വിഷു കൈനീട്ടും വിഷു കണിക്കിലെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൊടുക്കാണ്ടിരിക്കുക. കൊടുക്കാം. എവിടെ നമ്മുടെ വിഷു കൈനീട്ടം? വിഷു കോടിയും കൂടിയുണ്ട്, വിഷു കൈനീട്ടം കൂടിയുണ്ട്. കൊടുക്കാണ്ടിക്ക് കൊടുക്കുക. ഹാപ്പി വിഷു വരാം. ഹാപ്പി വിഷു. എനിക്ക് ഈ വിഷു കണിക്കുള്ള സാധനങ്ങളും ഈ വിഷു കൈനീട്ടവും തന്ന എൻ്റെ കുഞ്ഞു കുട്ടികൾക്ക് എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ആന്റി എല്ലാവർക്കും വിഷു ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വിഷു കഴിഞ്ഞിട്ട് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നു. കുറച്ച് ആൾക്കാർക്കൊക്കെ നമ്മൾ വിഷു കഴിഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്തു. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിഷുവിൻ്റെ സദ്യയ്ക്ക് എന്തായാലും പായസം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഏത് പായസം ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും മിക്ക ആൾക്കാരും, അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും പോപ്പുലർ പായസം എന്ന് പറഞ്ഞാൽ അടപ്രഥമനാണ്. എന്നാലും മിക്ക വീടുകളിലും നമുക്ക് കാണാം വിഷു സദ്യ ഉണ്ണാൻ പോകുന്ന സമയത്ത് അടപ്രഥമൻ മിക്കവാറും ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നല്ല സേമിയ പായസമോ ശർക്കര പായസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തായാലും സദ്യയുടെ ടൈമിൽ പായസം കേരളത്തിലെ നിർബന്ധമാണ് വിഷു ടൈമിൽ. കാരണം അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് ആർക്കാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ വിഷു കഴിഞ്ഞാലും കൊടുക്കുക എന്ന് നോക്കാം. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ചേച്ചിന്റെ പേര്? സീന. എത്ര നാളെ ഇവിടെ ഓട്ടോ ഓടിക്കുന്നു? 8 മാസമായി. അപ്പൊ ന്യൂ കമ്മർ ആണ്. വീട്ടിലെ കാര്യമുണ്ട്? 3 വയസ്സായ. അപ്പൊ അവർക്ക് ഇപ്പൊ എന്ത് ചെയ്യണു? ഡേ കെയർ. ഓക്കെ. വിഷു കൈനീട്ടൊക്കെ കിട്ടാറുണ്ടോ? ആരൊക്കെ തരാം? അച്ഛൻ, അമ്മ, പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെല്ലാം ബന്ധുക്കളൊക്കെ ചേച്ചിമാരൊക്കെ ഉണ്ട്.
എന്തായാലും എന്താണ് ആന്റിക്ക് തോന്നുന്നത് ഇപ്പൊ? പിന്നെ എൻ്റെ കൊച്ചി ടി വി കാണാറുണ്ട്. പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ഇഷ്ടം കൊച്ചി ടി വി കാണുന്നത്. പരിപാടിയെല്ലാം കാണാറുണ്ട് പുള്ളിക്കാരത്തി. എന്തൊരു കൊച്ചി ടി വി കാണലാണ് പുള്ളിക്കാരത്തി. വിഷുവിന് അപ്പോൾ ഇങ്ങനെ സമ്മാനം കിട്ടിയെന്നൊരു ഭയങ്കര സന്തോഷമാവും കൊച്ചിന്. നമസ്കാരം. നമ്മുടെ വിഷു കൈനീട്ടം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വിഷു സെലിബ്രേറ്റ് ചെയ്യാണ്. നമ്മുടെ വിഷുവിനെ പറ്റി പറയാനാണെങ്കിൽ വിഷു എന്നാൽ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. വിഷു എന്നെല്ലാവരും പറയുന്നുണ്ട്. വിഷു എന്ന് വെച്ചാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ രാത്രിയും പകലും തുല്യമായത്. അപ്പം നമ്മൾ മേടം 1 നമ്മൾ മേട വിഷു ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ തുലാം 1 നമ്മൾ തുലാം വിഷുവും നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമ്മൾ വിഷുവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വിഷുവിന് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും ആദ്യം വിഷുവിൻ്റെ ദിവസം രാവിലെ നമ്മൾ ചെയ്യാനുള്ള കാര്യമാണ് വിഷുക്കണി. ഈ വിഷുക്കണി ഒരുക്കുന്നത്, വിഷുക്കണിയിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉരുളിയിൽ, അതായത് ചിലപ്പോൾ മിക്കപ്പോഴും അത് സ്വർണ്ണ ഉരുളിയിലാവുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു ഇതൊക്കെ റെഡി ആവുന്നത്. ഒക്കെ ഇപ്പം സ്വർണ്ണ ഉരുളിയിൽ നമ്മൾ പട്ട് വെക്കാറുണ്ട്. പിന്നെ അതുപോലെ ചക്ക, മാങ്ങ, തേങ്ങ, സകല ഐറ്റങ്ങളും നമ്മൾ വെക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ സ്വർണം, വെള്ളി, രൂപ, കോയിൻ ഇതൊക്കെയാണ് വെക്കുക. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സാധനം കണിക്കൊന്ന, അത് നമ്മൾ വെക്കാറുണ്ട്. പിന്നെ ഈ കണി ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പ്രായമായ സ്ത്രീകളുടെ ചുമതലയാണത്. അതായത് അവരാണ് രാത്രി ഇരുന്ന് കഷ്ടപ്പെട്ട് വിഷുവിനൊക്കെ എല്ലാം കണിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. ഇന്നത്തെ നമ്മുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് കുറച്ച് പേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാൻ പോവാണ്. നമുക്ക് ഇങ്ങോട്ട് കിട്ടാനല്ല, നമ്മൾ അങ്ങോട്ട് കുറച്ച് പേർക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. അത് ശരി. എന്താ പേരെന്താ? ഞാൻ എൻ്റെ വീട് അടുത്ത് തന്നെ, ആലപ്പുഴയാണ്. ഓക്കെ. എന്താ പേരെന്താ? എന്റെ പേര് തങ്കമ്മ. തങ്കമ്മ. ഞാനിവിടെ വിഷുവൊക്കെ ആയിട്ട് ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പൊ ഈ വഴി വന്നപ്പോ അമ്മയുടെ ഇവിടെ ഫ്രണ്ടിൽ കടയുണ്ടല്ലേ? ഓക്കെ. ഞാൻ കടയൊക്കെ കണ്ടു. അപ്പോ ചുമ്മാ ഒന്ന് വിശേഷമൊക്കെ ഒന്ന് തിരക്കാൻ ഇറങ്ങിയതാണ്. ശരി, ഇരിക്കാം. ഇന്ന് സംസാരിക്കാം. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഇപ്പൊ ഞാനും മകനും മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ മകളുണ്ട്. മകൾക്ക് സുഖമില്ലാന്ന് മകള് വന്നിട്ടുണ്ട്. ശരി. ഓക്കെ. അപ്പൊ പിന്നെ മകൻ എന്ത് ചെയ്യാണ്? മകന് കൂലിപ്പണിയാണ്. കൂലിപ്പണി. അപ്പം മക്കളൊക്കെ നമുക്ക് ചെലവിനൊക്കെ തരാറുണ്ടോ? തരാറുണ്ട്. അപ്പൊ നല്ല മക്കളാണ്. നല്ല മക്കളാണ്. സ്നേഹനിധിയായ മക്കളാണ്. ഓക്കെ. ഹസ്ബൻഡോ? അപ്പം ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് ഇപ്പൊ 4 വർഷമായി. 4 വർഷമായി. ഓക്കെ. അപ്പൊ വിഷു ഒക്കെ എങ്ങനെ ആഘോഷിക്കുന്നത്? വിഷുവൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ വേറെന്തൊക്കെയാണ്? ഇന്ന് ഇപ്പൊ വിഷുവായിട്ട് കണിയൊക്കെ കണ്ടോ? കണി കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങള് അവിടെ ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് കണി കണ്ട് തൊഴുതല്ല. അതായത് നമ്മുടെ മറ്റേ ഉരുളിയും തേങ്ങയും മാങ്ങയും ചക്കയൊന്നും വെച്ചിട്ടുള്ള രീതിയൊന്നും അല്ലല്ലോ ഞങ്ങൾക്ക്. അപ്പൊ വിഷുക്കണിയൊക്കെ കണ്ടു ഭഗവാന്. അപ്പം കണി ഒരുക്കാൻ പറ്റിയില്ല എന്നൊരു വിഷമം മാത്രമല്ല. കൃഷ്ണനെ കണി കണ്ടു. അപ്പൊ ഞാൻ ആ വിഷമം എന്തായാലും തീർത്തരട്ടെ. വിഷു കണി കണ്ടില്ല എന്നുള്ളൊരു വിഷമം തീർത്തരട്ടെ. നല്ല കാര്യമാണ്. അതെ. ഇവിടെ നമ്മുടെ സമ്മാനം എന്തേ വരട്ടെ. വിഷു കൈനീട്ടം കൂടെ ആയാലോ? ഏറ്റവും സന്തോഷം. അത് പുറത്തുനിന്ന് ഒരാൾ വന്ന് വിഷു കൈനീട്ടം തരുമ്പോഴാണല്ലേ ഏറ്റവും സന്തോഷം. ഇതാ വാങ്ങിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലുണ്ട് വിഷു കൈനീട്ടം. ഓക്കെ. അപ്പൊ ഈ വിഷുവിന് സമ്മാനമൊക്കെ കിട്ടി. അപ്പൊ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു വിഷുവിന്റെ? ഏറ്റവും നല്ല സന്തോഷമായിട്ടാണ്. ഏറ്റവും വലിയ സന്തോഷം തന്നെ. ഒരു കാര്യം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ സന്തോഷം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഭയങ്കര ഹാപ്പിയാണ്.
ഓക്കെ, അപ്പോൾ വിഷു കണിയായി, വിഷു കൈനീട്ടമായി, വിഷു സമ്മാനം എല്ലാം കിട്ടി. അപ്പോൾ ഈ വിഷു എന്തായാലും നമുക്ക് സ്പെഷ്യലാണ്, നമുക്ക് നന്നായിട്ടൊന്ന് ആഘോഷിക്കാം. അപ്പം എന്താ രാവിലെ ഇപ്പോൾ ഭഗവാനെ കണി കണ്ടു, നമ്മളിന്ന് കണിയൊന്നും ഒരുക്കിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ സങ്കടമൊക്കെ ഏതായാലും ഇതുകൊണ്ട് മാറി. സന്തോഷമായി? ഓക്കെ, സന്തോഷമായി. ഓക്കെ, അപ്പൊ മക്കളോടും മരുമക്കളോടും എല്ലാവരോടും പറയും, വിളിച്ചു പറയും. കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. വിളവെടുപ്പിന്റെ ആഘോഷമാണ് വിഷു. ലോകമെമ്പാടും ഇന്ന് വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൊച്ചു ടി വിയും നിങ്ങളുടെ കൂടെ വിഷു ആഘോഷിക്കാൻ പോവാണ്. വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നതാണ് വിഷു കൈനീട്ടം. എല്ലാവർക്കും, അതായത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ താല്പര്യമുള്ള കാര്യമാണ് വിഷു സമ്മാനം കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ വിഷു കൈനീട്ടം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് കൊച്ചി ടി വി ആർക്കാണ് വിഷു സമ്മാനം കൊടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഹായ് അപ്പൂപ്പ, ഞാനിവിടെ ചുമ്മാ വിഷുവൊക്കെ ആയിട്ട് കറങ്ങാൻ ഇറങ്ങിയതാണ്. എന്താണ് ചേട്ടൻ്റെ പേര്? അപ്പുക്കുട്ടൻ. ഓക്കെ, വീട് എവിടെയാണ്? അടുത്ത് തന്നെയാണോ? ഇവിടെ കുറച്ചുകൂടെ പോകണം. ഓക്കെ, അപ്പോൾ കടയൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു. ഞാനിവിടെ വിഷുവൊക്കെ ആയിട്ട് ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ, വീട് മൊത്തം പെണ്ണുങ്ങളാണ്. അപ്പോൾ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? വിഷുവൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ പോകുന്നു. കണിയൊക്കെ കണ്ടോ രാവിലെ? പടക്കം പൊട്ടിച്ചോ? അതാണ് മെയിനായിട്ട്. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ചോ? വലിയ ആട് പൊട്ടിൽ കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ പിന്നെ വേറെന്തൊക്കെയാണ് വിഷുവായിട്ട്? വിഷു സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ വീട്ടിൽ? ഉണ്ടാക്കും. വിഷുവായിട്ട് അപ്പോൾ വിഷു സമ്മാനമൊക്കെ കിട്ടിയോ? സമ്മാനം കിട്ടില്ല. ഓക്കെ, അപ്പോൾ വിഷു കണിയൊക്കെ കണ്ടോ? വിഷു കണിയൊക്കെ കണ്ടു. അപ്പോൾ എങ്ങനെയാണ് കണി എല്ലാം കണ്ടോ? മറ്റേ ചക്കയോ മാങ്ങയോ തേങ്ങയോ ഒക്കെ വെച്ചിട്ടുള്ള, ഉരുളിയിലൊക്കെ വെച്ചിട്ടുള്ള കണിയായിരുന്നു ആണ്. അപ്പോൾ ഭാര്യ നല്ലൊരു ഭാര്യയാണ്, വീട്ടിലെല്ലാം റെഡിയാക്കി വെക്കുകയല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷുവായിട്ട് ഞാനൊരു സമ്മാനം തന്നാലോ? തരട്ടെ? സന്തോഷാവോ? സന്തോഷാവും? അപ്പോൾ ഞാനൊരു സമ്മാനം തരട്ടെ? ഓക്കെ, അപ്പോൾ നമ്മുടെ സമ്മാനം വരട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സമ്മാനം എത്തിയിരിക്കുകയാണ്. ഹാപ്പി ആയല്ലോ? സന്തോഷം. അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ സന്തോഷം കൂടെ ആയാലോ? ഞാൻ എന്തെങ്കിലുമൊക്കെ കൂടെ തരണ്ടേ? കണി മാത്രം വെച്ചിട്ട് പോയാൽ പ്രശ്നമില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൂടെ തരട്ടെ? ഒരു വിഷു കൈനീട്ടം കൂടെ തന്നാലോ? പിടിച്ചോ. സന്തോഷമായല്ലോ വിഷു കൈനീട്ടം കിട്ടിയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ വിഷു, ഇന്നത്തെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്രാവശ്യത്തെ വിഷു നല്ല വിഷുവാണ്. അന്നൊന്ന് പറഞ്ഞേ, നല്ല വിഷുവാന്ന് മാത്രം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വിടാനിട്ടില്ലല്ലോ. നല്ല വിഷുവാണ്. അത്രേ ഉള്ളൂ. സന്തോഷം കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വരാത്തതാണോ അതോ?